ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് ഓഫ് ആയതുകൊണ്ട് കുറച്ചധികം ഉറങ്ങാലോ എന്നോർത്ത് ആ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ട് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്ക് അച്ചൂട്ടിന് എണീറ്റ് എന്നെ ശല്യം ചെയ്ത് എന്നെ എണീപ്പിച്ചു. അപ്പം ഞാൻ എണീക്കുമ്പം ചേട്ടൻ ഉറങ്ങുന്നത് അത്ര നല്ല കാര്യമില്ലല്ലോ. അപ്പോൾ അച്ചൂട്ടിനെ വിട്ട് ഞാൻ ചേട്ടനെ എണീപ്പിച്ചു. അങ്ങനെ എണീറ്റ് അടുക്കളയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയിരിക്കണു. അച്ചൂട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നോർമലി അവനെ 7:30 ആകുമ്പോഴത്തേക്ക് എണീക്കടാ ബസ് വരാറായി എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചെണീപ്പിക്കും. ഇന്ന് അവൻ നേരെ തിരിച്ച്. അല്ലെങ്കിൽ ഈ പിള്ളേരിങ്ങനെയാണ്, വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് അവർ നേരത്തെ എണീക്കും, വീക്ക് ഡേയ്സിലോ നമ്മൾ നേരത്തെ എണീക്കും. എന്താല്ലേ, നേരെ എണീറ്റിട്ട് പോയിട്ട് ഒരു കോഫി, അത് മസ്റ്റാണല്ലോ. വീക്കെൻഡിലെ രാവിലെ ഒരു കടുപ്പത്തിലുള്ള കോഫി ഞാൻ ചേട്ടന് കൊടുക്കും, ഒന്ന് ഉഷാറാക്കിയെടുക്കും. കുക്കിങ്ങും ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ചെയ്യാനുള്ളതല്ലേ, ക്ഷീണം വരാൻ പാടില്ലല്ലോ, നമ്മളാണല്ലോ അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ചേട്ടൻ ഓഫാണ്, സാറ്റർഡേ സൺഡേ എനിക്ക് ഓഫാണ്. അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ അത്യാവശ്യം കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള എല്ലാത്തരം പണികളും എനിക്ക് ചെയ്തു തരാറ് ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അച്ചൂട്ടിൻ്റെ കലാപരിപാടി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തലേദിവസം രാത്രി എല്ലാം എടുത്ത് അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കും. എന്തിനാണാവോ ആർക്കറിയാം. ഇനി മുതൽ ഞാനത് ചെയ്യണ്ട എന്നൊക്കെ വിചാരിക്കും, പക്ഷെ കാണുമ്പോൾ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ തോന്നില്ല. പിന്നെ അവൻ്റെ ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ടേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പരിപാടിയിലേക്ക് വന്നു. ഈ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടിന് പൊടി നനയ്ക്കൽ. ഈ പ്രോസസ്സിൽ കുറച്ചധികം പൊടി താഴെ പോകുന്നതുകൊണ്ട് കണക്കാക്കി നമ്മൾ കുറച്ചധികം പൊടിയിട്ട് അവന് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിരുന്ന് വഴറ്റിയെടുക്കുകയാണ്. ചേട്ടൻ അവിടെ ബീഫ് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, കട്ട് ചെയ്ത് എനിക്ക് ക്ലീൻ ആക്കി തന്നു കേട്ടോ. രാവിലെ തന്നെ എണീറ്റിട്ട് ഞങ്ങൾ ചടപടേന്നായിരുന്നു കേട്ടോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. കാരണം നല്ല ലേറ്റായിട്ടാണല്ലോ എണീറ്റത്. രാത്രിയിലാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ടല്ലേ കഴിച്ചതെന്ന് ഓർത്തിട്ട് രാത്രിയിൽ ഒരു ജ്യൂസ് മാത്രം കുടിച്ചിട്ടായിരുന്നു കേട്ടോ കിടന്നത്. അത് കാരണം ഒട്ടുക്കത്തെ വിശപ്പായിരുന്നു രാവിലെ എണീറ്റ് വന്ന വഴിക്ക്. പിന്നെ ഒരു ചെറിയ താൽക്കാലിക ആശ്വാസമായിട്ട് കാപ്പി കുടിച്ചു, അത് വേറെ കാര്യം. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഞാൻ അച്ചൂട്ടിനെ പറ്റിക്കൽ പരിപാടിയിലേക്ക് കടന്നേക്കുവാണ്. ഇങ്ങനെ സ്മൈലി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചിരിക്കുന്ന ദോശ നമ്മൾ അല്ലെങ്കിൽ കരയുന്ന ദോശ അടിച്ചു നമ്മൾ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നന്നായിട്ട് കഴിച്ചോളും. അല്ലെങ്കിൽ ഞാൻ കൊടുക്കണമെങ്കിൽ പുറകെ നടന്ന് ഞാൻ മടുക്കും. ഇതാവുമ്പോൾ മൂപ്പരുടെ ഇഷ്ടത്തിനങ്ങോട്ട് കഴിച്ചോളും. എനിക്ക് ആ ഭാഗത്തേക്ക് ചിന്തിക്കേ വേണ്ട. അപ്പം അവൻ്റെ കാര്യമൊക്കെ ഏകദേശം ഒതുക്കിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കാൻ വന്നേക്കാണ് കേട്ടോ. ഈ പുട്ടിനൊരു ചരിത്രമുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ആ ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ദുബായിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കിയിട്ട് ചേട്ടന് ഒരു എന്താ പറയുക, ഒരു ഇത്തിരി പോലും വായിൽ വെച്ച് ടേസ്റ്റ് പോലും നോക്കാതെ എനിക്ക് വേണ്ട, പുട്ട് എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഓഫീസിൽ പോയ ചരിത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിക്കും, ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ? പുട്ട്. അത് കേൾക്കുമ്പോണ്ടല്ലോ നമുക്കിങ്ങനെ തരിച്ച് വരും. പിന്നെ നമ്മൾ കൺട്രോൾ എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അവിടെ നിൽക്കും. എനിക്ക് പുട്ട് വലിയ കുഴപ്പമില്ല, ഇഷ്ടമാണോ എന്ന് വെച്ചാൽ കഴിക്കും, ഇഷ്ടമല്ല എന്ന് വെച്ചാൽ അങ്ങനെയില്ല. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുട്ടുണ്ടാക്കും. അപ്പോൾ ഇത് നമ്മുടെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ടിവിയുടെ റിമോട്ട് വർക്കാവുന്നില്ല, അപ്പോൾ അതൊന്ന് പുതിയത് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ അറേബ്യൻ ഊതിൻ്റെ ഒരു സ്പ്രേ ഒക്കെ വാങ്ങിച്ചതാ ഞങ്ങൾ മാക്സിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ചൂട്ടിന് 2 ഡ്രസ്സ് എടുക്കണം. ഇവിടെ വന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അങ്ങനെ അവന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. പിന്നെ എല്ലാ തേഴ്സ്ഡേയും വന്നിട്ട് ഇവർക്ക് ഓരോ ഡേ ആണ്. ഒരു ദിവസം ചോക്ലേറ്റ് ഡേ ആണ്, നെക്സ്റ്റ് വീക്ക് ഗ്രീൻ ഫ്യൂച്ചർ ഡേ, അങ്ങനെ ഓരോ ഡേ ആയതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഞങ്ങൾ മാക്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ MRIയിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് റൂമിലെത്തി കഴിഞ്ഞപ്പം എനിക്കൊരു ആഗ്രഹം. എന്താഗ്രഹം? ഒരു മധുരം കഴിക്കാനുള്ളൊരാഗ്രഹം. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഒരു കുനാഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കുനാഫി ഉണ്ടാക്കുക തിന്നുക, ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ പരിപാടി. മിക്കവാറും ഞാൻ നെക്സ്റ്റ് മന്ത് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അച്ചൂട്ടിന് വെക്കേഷൻ വരുന്നുണ്ടല്ലോ. ആ സമയത്ത് പോകുമ്പോഴത്തേക്ക് ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 കിലോയെങ്കിലും മിനിമം കൂടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെ ധാരണയുണ്ടല്ലോ, ഇത് ഷോപ്പുകളിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല എന്നൊക്കെ ഒരു ധാരണയിലായിരുന്നു. ഞാൻ നാട്ടിലായിരുന്നപ്പോഴും ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ലായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ഇവിടെ സൗദിയിൽ വന്നതിന് ശേഷമാണ് ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ വിചാരിച്ചു, എന്തുകൊണ്ട് വീണ്ടും ഉണ്ടാക്കിക്കൂടാ. ഇത് പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ.
നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഒന്ന് തീരുമ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ക്ലീനിങ്ങിലേക്ക് വന്നു. ക്ലീനിങ്ങിന് പിന്നെ ഞാനും ചേട്ടനും ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ചടപടയെന്ന് അതും ഏറെക്കുറെ തീർത്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പോലും കിട്ടിയിട്ടില്ല. വന്ന് 2 ആഴ്ച നല്ല പനി പിടിച്ചിട്ട് അടിപൊളിയായിട്ട് കിടപ്പിലായി. അതിനുശേഷം ഒരാഴ്ച ഞങ്ങൾ ദുബായിക്ക് പോയി. അതിനുശേഷം ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ അച്ഛന് ആ എക്സാം ഈ എക്സാം എൻ്റെ അമ്പോ ഒന്നും പറയണ്ട. അപ്പോൾ അവനെ പഠിപ്പിക്കൽ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഇപ്പോൾ ടാസ്ക്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒന്നും സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. ഞാൻ കിച്ചണൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അച്ചൂട്ടൻ്റെ റൂമും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എല്ലാ ക്ലീനിങ്ങും പരിപാടിയൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും നടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അച്ഛനെ പാർക്കിലേക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. പക്ഷേ പകുതി വഴിക്ക് വെച്ച് ആശാൻ ഇന്നത്തെ കളിയുടെ ക്ഷീണത്താൽ ഉറങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുറകോട്ടേക്ക് വന്നേക്കാണ്. ഇവിടെ അച്ചൂട്ടൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് അച്ചൂട്ടാന്ന് പറഞ്ഞ വഴിക്ക് തന്നെ അച്ചൂട്ടൻ ചാടി എണീറ്റു. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി നാട്ടിൽ നിന്ന് വെക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 2 പിള്ളേരുമായിട്ട് അച്ചൂട്ടൻ നല്ല കൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഉണ്ടെന്ന് പറഞ്ഞ വഴിക്ക് തന്നെ ഉറക്കത്തിൽ നിന്ന് ആൾ ചാടി എണീറ്റു. നേരെ ഒറ്റൊരോട്ടായിരുന്നു കേട്ടോ. അച്ചൂട്ടൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യം ചേട്ടായിമാരുടെ അടുത്ത് പോകാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവരെ ഭയങ്കര കാര്യമാണ് അച്ഛന്. കാരണം എപ്പോഴും ഇവരുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നല്ലെങ്കിൽ അവരുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയും ഞങ്ങൾ വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കാലൊക്കെ ഒന്ന് കഴുകിച്ച് അവനെ കയറ്റിട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് മടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് മക്ഡിന്ന് ഒരു ഷുഗർ ഡോണറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഏകദേശം എത്തുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാട്ടോ ഓർഡർ ചെയ്തത്. നമ്മുടെ ആ വിചാരം തെറ്റിക്കാതെ ഇതാ നമ്മുടെ മന്തി കറക്റ്റ് ടൈമിൽ നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.